2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ UPA സർക്കാർ തിരിച്ചടിക്ക് മുതിർന്നില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം. രാജ്യാന്തര തലത്തിലുള്ള സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാടുമാണ് സൈനിക നടപടി സ്വീകരിക്കാത്തതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധ്യമായ തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയിരുന്നെന്നും പി ചിദംബരം വെളിപ്പെടുത്തി. അജീഷ് ജയകുമാർ ചേരുകയാണ്, ഡൽഹിയിൽ നിന്നും ചേരുന്നു. അജീഷ്, ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഈ സാഹചര്യത്തിൽ നടത്താൻ എന്താണ് കാരണം? മുൻ ആഭ്യന്തരമന്ത്രി, നോട്ട് നൗ. SKN ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആയിരുന്ന പി ചിദംബരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ആ സിന്ദൂറിന് ശേഷം രാജ്യത്ത് ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയെ പറ്റിയാണ്. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്തവർക്ക് അതിൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഇന്ത്യക്കായി അതിന് ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ തുടങ്ങിയതായിരുന്നു അന്ന് ഉയർന്നു വന്ന ചർച്ചകൾ. UPA സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു തുടങ്ങിയ വാദങ്ങളായിരുന്നു അന്ന് BJP ഹാൻഡിലുകളിൽ നിന്ന് ഉയർന്നു വന്നത്. മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ അറ്റാക്ക് ആയിരുന്നു 2008 നടന്നത്. 160 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണമായിരുന്നു അന്ന് നടന്നത്. സ്വാഭാവികമായിട്ടും അന്ന് UPA സർക്കാർ ഭരിക്കുമ്പോൾ അന്ന് പാകിസ്ഥാനെതിരെ ഒരു നടപടിയും എടുത്തില്ലെന്നുള്ളൊരു വിമർശനവും ആക്ഷേപവും ഒക്കെ BJP ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പി ചിദംബരത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അന്ന് ഈ ഭീകരാക്രമണം നടന്ന 2 ദിവസം കഴിഞ്ഞാണ് താൻ ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഈ പാകിസ്ഥാന് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണമെന്ന് താൻ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ടും പ്രതിരോധ മന്ത്രിയുമായിട്ടുമൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ രാജ്യാന്തര തലത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം അന്ന് ഉണ്ടായി എന്നാണ് പി ചിദംബരം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. USA സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിൽ നേരിട്ടെത്തി, പല രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇന്ത്യയിൽ നേരിട്ടെത്തി ഒരു യുദ്ധത്തിന് തുടക്കമിടരുത് എന്ന് അഭ്യർത്ഥിച്ചു. മാത്രമല്ല, അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിലപാട് മയപ്പെടുത്തുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് ഈ പാകിസ്ഥാന് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാത്തത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പി ചിദംബരം നടത്തിയിരിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തലാണ് മുൻ ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പി ചിദംബരത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.